ഹലോ, എല്ലാവർക്കും നമസ്കാരം. കേട്ടറ്റ് സൈക്കോളജി പഠിക്കുന്ന ആളുകൾ ഫേസ് ചെയ്യുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ സൈക്കോളജി ഭയങ്കര ടഫാണ്, സൈക്കോളജി എത്ര പഠിച്ചിട്ടും സ്കോർ കയറുന്നില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് ചോദിക്കുമ്പോഴേക്കും അത് മനസ്സിലാവണില്ല എന്താ അവർ ഉദ്ദേശിച്ചതെന്നുള്ളത്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. അപ്പോൾ ഈ പ്രശ്നങ്ങൾക്കൊക്കെയുള്ള ഒരു സൊല്യൂഷനാണ് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിൽ ഉള്ളത്. സാധാരണയായിട്ട് ആളുകൾ കേട്ടറ്റ് എക്സാമിനായിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ സൈക്കോളജി പഠിച്ചു തുടങ്ങുന്നത് ഏറ്റവും ബേസിക്കിൽ നിന്ന് തൊട്ടായിരിക്കും. നിങ്ങൾക്ക് ഒരു 6 മാസമൊക്കെ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ബേസിക് തൊട്ട് പഠിച്ചു തുടങ്ങുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. പക്ഷേ നമുക്ക് കുറച്ചും കൂടിയും എഫക്റ്റീവായിട്ട് പഠിക്കാനുള്ള ഒരു ചൂട് കയറുന്നത് ഒരു മാസമൊക്കെ മുൻപായിരിക്കും. അപ്പോൾ നമ്മൾ കേട്ടറ്റിന് സൈക്കോളജി ഏറ്റവും ബേസ് തൊട്ട് പഠിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത്ര എഫക്റ്റീവായിട്ട് നടക്കണമെന്നില്ല. നമുക്ക് കൃത്യസമയത്ത് സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാണ്ട് വരും. അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് തിയറി പോർഷൻസ് പഠിച്ചിട്ട് പ്രാക്ടിക്കലി ഒരു സിറ്റുവേഷൻ തന്നിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമുക്കതിന് ആൻസർ ചെയ്യാൻ പറ്റാണ്ട് ബുദ്ധിമുട്ടേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എത്തുമ്പോൾ അതിന് അധികം സമയം കൊടുക്കാൻ പറ്റാണ്ട് വേഗത്തിൽ പഠിച്ചു പോകേണ്ട ഒരു സിറ്റുവേഷനൊക്കെ വരും. അപ്പോൾ എങ്ങനെ കൃത്യമായിട്ട് ഒരു 1 മന്തിൻ്റെ ഉള്ളിൽ സൈക്കോളജിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ടോപ്പിക്സും പഠിച്ചു തീർക്കാം എന്നുള്ളൊരു വിഷയത്തിലാണ് ഞാൻ കുറച്ച് ദിവസമായിട്ട് ഗവേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ ഗവേഷണത്തിൻ്റെ ഒരു ഒടുവിൽ സൈക്കോളജിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 35 ടോപ്പിക്സ് എനിക്ക് കണ്ടെത്താനായിട്ട് പറ്റി. ഇത് ഞാൻ വെറുതെ വിളിച്ച് പറയുന്ന ഒരു 35 ടോപ്പിക്സ് അല്ല. കഴിഞ്ഞ 7 വർഷങ്ങളിലായിട്ട് നടന്നിട്ടുള്ള 10 കേട്ടറ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മുഴുവൻ ഇരുന്ന് അനലൈസ് ചെയ്ത് അതിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിട്ടുള്ള എല്ലാ ടോപ്പിക്സും ലിസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ 35 ടോപ്പിക്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കൊരു കാര്യം ഉറപ്പ് പറയാൻ പറ്റും, ഈ ടോപ്പിക്സ് നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 25 എബോവ് മാർക്ക് നിങ്ങൾക്ക് എന്തായാലും സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ടോപ്പിക്സ് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഈ 35 ടോപ്പിക്സിൻ്റെയും ഫുൾ എക്സ്പ്ലനേഷനും കഴിഞ്ഞ 7 വർഷത്തിലെ ഈ ടോപ്പിക്സുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും അടങ്ങിയിട്ടുള്ള വീഡിയോസ് നമ്മളുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് റെഫർ ചെയ്തിട്ടും പഠിക്കാം. ഈ ടോപ്പിക്സ് ഏതൊക്കെയാണെന്നുള്ളത് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒത്തിരി ലെങ്തി ആയിട്ട് പോകും. അതുകൊണ്ട് അത് അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു 35 ടോപ്പിക്സ് നിങ്ങൾ ഏറ്റവും കൂടുതൽ എഫേർട്ട് ഇട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതിന് നമ്മുടെ ചാനലിൻ്റെ സഹായം എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും. എല്ലാ ദിവസവും ഒരു ഫിക്സഡ് ടൈം കേട്ടറ്റിനായിട്ട് മാറ്റി വെച്ച് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടായാലും ആ ഒരു ടൈമിൽ നമ്മൾ വിചാരിച്ച കാര്യം പഠിച്ചു തീർക്കാനായിട്ട് ശ്രമിക്കുക. ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങുക. അടുത്ത കേട്ടറ്റ് നമ്മൾ നേടിയിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.